ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു, നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു. എല്ലാവരും നോട്ടൊക്കെ എഴുതി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ 5 സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം സമൂഹം, സമുദായം, സംഘടന, സ്ഥാപനങ്ങൾ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം നമുക്ക് കുറേ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ പഠിക്കാനായിട്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, എന്താണ് സാമൂഹ്യ സ്ഥാപനത്തിന് 2 ഉദാഹരണം എഴുതുക. അതായത് നമുക്കറിയാം ധാരാളം സാമൂഹ്യ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്നാമതായി കുടുംബം, വിവാഹം, പിന്നെയാണെങ്കിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സൊസൈറ്റി? എന്താണ് സമൂഹം? സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ മനുഷ്യരെല്ലാവരും കൂടി അധിവസിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത്. അവിടെ പരസ്പര പ്രവർത്തനങ്ങളും സഹകരണവും ഒക്കെ ഉണ്ടാകും സമൂഹത്തിലാണെങ്കിൽ. അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ സമൂഹം എന്ന് വിളിക്കുന്നത്. അപ്പം സമൂഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മനുഷ്യൻ്റെ പെരുമാറ്റ നിയന്ത്രണങ്ങളുടെ, സ്വാതന്ത്ര്യങ്ങളുടെ, പ്രയോജനങ്ങളുടെ, പ്രയോഗ നിയമങ്ങളുടെ, അധികാരങ്ങളുടെ, പരസ്പര സഹായങ്ങളുടെ, വിവിധങ്ങളായ വിഭജനങ്ങളുടെ ഒരു സംവിധാനമാണ് സമൂഹമെന്ന് പറയുന്നത്. അപ്പം എന്താണ്, മനുഷ്യരെല്ലാവരും കൂടെ ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു കൂട്ടം. അവിടെയാണെങ്കിൽ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ടാകും, സ്വാതന്ത്ര്യങ്ങളുണ്ടാകും, പ്രയോജനങ്ങളുണ്ട്, പിന്നെ പ്രായോഗിക നടപടിക്രമങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, പരസ്പര സഹായങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്ന ഒരു സമൂഹം രൂപപ്പെടുന്നത്. സമൂഹം എന്ന് പറയുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു പിന്നിയിടലാണെന്നാണ് പറയുന്നത്. അതായത് സാമൂഹ്യ ബന്ധങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്നു. സമൂഹത്തിലെ പെരുമാറ്റങ്ങൾ, നിയന്ത്രണങ്ങൾ, അധികാരങ്ങൾ, നിയമങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞ് ഒരു ചെലന്തി വല പോലെ കിടക്കുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ നിരവധി ഗ്രാമസമൂഹങ്ങൾ ആണ് ഇന്ത്യയിലുള്ളത്. അപ്പം നിരവധി ഗ്രാമസമൂഹങ്ങൾ നിറഞ്ഞതാണ് ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാമസമൂഹം, അപ്പോൾ നിരവധി ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ ഗ്രാമത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്തായിരിക്കും? അവിടുത്തെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൃഷിയായിരിക്കും അല്ലേ? അവിടുത്തെ പ്രധാന സമ്പത്ത് വ്യവസ്ഥ കൃഷിയാണ്. പിന്നെ അവിടുത്തെ അപ്പം ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പം കൃഷിയായിരുന്നു അവരുടെ സമ്പത്ത് വ്യവസ്ഥ. അതുപോലെ തന്നെ അവിടെ സമാധാനവും ലാളിത്യവും നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ പരമ്പരാഗതമായ ആചാരപരവുമായ സ്വഭാവ രീതിയാണ് ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തിന് ഉള്ളത്. അവിടെ അതുപോലെ തന്നെ നമുക്ക് ദരിദ്രരെയും നിരക്ഷരരെയും കാണാൻ സാധിക്കും. നിരക്ഷരർ, പാവങ്ങളും പണക്കാരും എല്ലാം ഇന്ത്യൻ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനവും ഇന്ത്യയിൽ നിലനിന്നിരുന്നു, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്നു. പിന്നെ ഇതിനൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ച കുറേ ഘടകങ്ങളുണ്ട്. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണവും, പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യാ വിസ്ഫോടനവും, ജനസംഖ്യയിലുള്ള വർധനവ്. അതായത് നേരത്തെ ചൈനയ്ക്കായിരുന്നു 1ാം സ്ഥാനം ജനസംഖ്യയിൽ, എന്നാൽ ഇപ്പോൾ ഇന്ത്യ ആയിട്ടുണ്ട് ജനസംഖ്യാ വർധനവ്. ഇതൊക്കെ ഇങ്ങനെ ജനസംഖ്യ അധികമായിട്ട് വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആണെങ്കിൽ സമ്പത്ത് വ്യവസ്ഥയെ അത് ബാധിക്കും. അപ്പോൾ ജനസംഖ്യാ വിസ്ഫോടനം, പിന്നെ വിദ്യാഭ്യാസം, ആധുനികവൽക്കരണവും വ്യവസായവൽക്കരണവും. ഇതാണ് വ്യവസായവൽക്കരണം. ഈ വ്യവസായ രംഗത്ത് ഉണ്ടായ വലിയ മാറ്റങ്ങൾ, അതാണ് വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. യന്ത്രങ്ങളുടെ വരവ്, പുതിയ പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. അങ്ങനെ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതെല്ലാം ആധുനികവൽക്കരണത്തിനകത്ത് വരുന്നതാണ്. അപ്പം തുടങ്ങിയവയൊക്കെ നമ്മുടെ പരമ്പരാഗത സാമൂഹ്യ ഘടനയെ ദുർബലമാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തെ പണ്ടത്തെ ആ രീതിയിൽ നിന്ന് നമ്മളെ പണ്ടത്തെ ആ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇപ്പം നമ്മളെ മോഡേൺ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. മറ്റ് പുറം രാജ്യങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധമുണ്ട്. അപ്പം പുറം രാജ്യങ്ങളിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലേക്ക് നടപ്പിലാക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുന്നു. നമ്മുടെ ആളുകളൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് അവിടുത്തെ ഒരു കൾച്ചറൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നെന്ന്.
അതായത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നൊരു വികാരത്തിൽ നിന്ന് കോട്ടം തട്ടിയെന്നാണ് പറയുന്നത്. നമ്മൾ 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 എന്ന വികാരം, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മളെന്നൊരു വികാരത്തിനൊക്കെ ഇന്ന് കോട്ടം തട്ടിയിരിക്കുന്നു. അതുപോലെ വ്യക്തിയുടെ പരമ്പരാഗതവും ആചാരപരമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. പണ്ടത്തെ രീതിയിൽ നിന്നൊക്കെ ഇന്ന് നമ്മുടെ ജീവിത രീതിയിലും ശൈലിയിലും ഒക്കെ വളരെ വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ന് എല്ലാ ഗ്രാമസമൂഹങ്ങളും വിവിധ മാധ്യമങ്ങളാൽ പുറം ലോകവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ഇന്നത്തെ ഗ്രാമങ്ങളൊക്കെ, പണ്ടത്തെ ഗ്രാമങ്ങൾക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, കമ്പ്യൂട്ടർ യുഗമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാ ഗ്രാമങ്ങളും പുറം ലോകങ്ങളുമായിട്ട്, പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടും എല്ലാം നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. ഏത് മുക്കിലും മൂലയിലും ഇന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. അമേരിക്കയിലിരിക്കുന്ന ആളുകളെ നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്നിപ്പം ഏത് കുഗ്രാമത്തിൽ കിടന്നാലും അല്ലേ, നമുക്ക് അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി? സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അപ്പോൾ സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ ആദ്യം തന്നെ അറിയാം. ഒരു സമൂഹമായി കഴിഞ്ഞാൽ അവിടെ ആരുണ്ടാവണം? ജനങ്ങളുണ്ടാവണം അല്ലേ? അപ്പം ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് സമൂഹം. ജനമില്ലാതെ സമൂഹമില്ല, സാമൂഹ്യ ബന്ധങ്ങളില്ല, സാമൂഹ്യ ജീവിതം തന്നെ ഇല്ല. അപ്പം ഒന്നാമത്തെ സമൂഹത്തിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്നതാണ് ജനങ്ങൾ വേണമെന്നുള്ളത്. അടുത്തത് നമുക്കങ്ങനെ 12 പോയിൻറ്റുകളോളമുണ്ട് സമൂഹത്തിൻ്റെ സവിശേഷതകളായിട്ട് 12 പോയിൻറ്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ എളുപ്പമുള്ള ഒരു 6-7 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആണെങ്കിലും ഒന്നാമത്തെ നമുക്കറിയാം എന്താണ്? ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് സമൂഹം. രണ്ടാമത്തത് പരസ്പര പ്രവർത്തനങ്ങളും പരസ്പര അവബോധവും. പരസ്പര പ്രവർത്തനങ്ങൾ സമൂഹത്തിലാണെങ്കിലും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു അറിവും അവബോധവും ഉണ്ടായിരിക്കണം. തമ്മിൽ തുടർച്ചയായ പരസ്പര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് സമൂഹം എന്ന് പറയുന്നത് അല്ലേ? സമൂഹത്തിൽ പരസ്പരം എല്ലാവരും ഒത്തിണങ്ങി പോകുന്ന ഒന്നായിരിക്കണം. ഇനി അടുത്ത പോയിൻ്റ് എന്നാ? സാമ്യങ്ങളിലും വൈവിധ്യങ്ങളിലും അധിഷ്ഠിതമാണ് സമൂഹം. സാമ്യങ്ങളിലും വൈവിധ്യങ്ങളിലും, അതായത് ആവശ്യങ്ങളിലും ജോലികളിലും ലക്ഷ്യങ്ങളിലും ആദർശങ്ങളിലും മൂല്യങ്ങളിലും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും മറ്റും ഉള്ള സമാനതകളാണ് സാമ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിൻ്റ്, അംഗങ്ങളുടെ പരസ്പര ആശ്രയത്വം. സമൂഹത്തിലെ ഓരോ അംഗവും മറ്റംഗങ്ങളിൽ ഓരോരുത്തരെയും ആശ്രയിക്കുന്നു അല്ലേ? അപ്പം പരസ്പര ആശ്രയത്വം. സമൂഹം എന്ന് പറയുന്നത് തന്നെ നമുക്ക്, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനാണെങ്കിൽ മറ്റുള്ളവരുടെ, അവനൊറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. ഭൂഖണ്ഡങ്ങൾ വരെ ഇങ്ങനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് സഹകരണം. മനുഷ്യന് സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം അല്ലേ? ഒരു സമൂഹം നല്ല രീതിയിൽ കെട്ടിപ്പടുത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? സഹകരണം ഉണ്ടായിരിക്കണം. പിന്നെ സമൂഹം എന്ന് പറയുന്നത് ചലനാത്മകമാണ് അല്ലേ? സമൂഹം ചലനാത്മകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. നിലവിലുള്ള കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായി സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പുതിയത് ജന്മമെടുക്കുന്നു അല്ലേ? പണ്ടത്തേതിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ കാര്യങ്ങൾ എപ്പോഴും സമൂഹത്തിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്ത് നോക്കിയേ, സാമൂഹ്യ നിയന്ത്രണം. സമൂഹത്തിൽ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടായിരിക്കണം അല്ലേ? എന്നാലേ സാമൂഹ്യ ജീവിതം നല്ല രീതിയിൽ പോവുകയുള്ളൂ. അപ്പം സമൂഹത്തിൽ എന്ത് കൊണ്ടുവരണം? ഒരു ലോ ആൻഡ് ഓർഡറൊക്കെ ഉണ്ടായിരിക്കണം. നല്ല നിയന്ത്രണത്തിൽ വേണം പോകാനായിട്ട്. നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവന്ന് സമൂഹം നിയന്ത്രണത്തിൽ പോയില്ലെങ്കിൽ അവിടെ പുരോഗതി ഉണ്ടാകുകയില്ല. പിന്നെ അടുത്താണ് സംസ്കാരം. സമൂഹത്തിൽ സംസ്കാരം ഉണ്ടായിരിക്കണം, നല്ല സംസ്കാരമുള്ള സമൂഹമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാ ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള സമൂഹത്തിലുള്ള അംഗങ്ങളുടെ ജീവിത ശൈലി നല്ലതായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങളെല്ലാം നല്ലതും മാനുഷിക മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? സമൂഹം സംഘടിതമായിരിക്കണം. സമൂഹം എന്ന് പറയുന്നത് സംഘടിതമായിരിക്കണം, എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം സമൂഹം. പിന്നെ സമൂഹത്തിൽ അനേകം സംഘങ്ങളും വിഭജനങ്ങളും ഉണ്ടാവും. പിന്നെ
സമൂഹത്തിൽ ആചാരങ്ങളും പതിവുകളുമുണ്ട്. സമൂഹത്തിൽ എന്താണ് എല്ലാ മതക്കാർക്കും ഉണ്ട്. പല മതങ്ങളൊക്കെ ചേരുന്നതാണല്ലോ സമൂഹം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സമൂഹത്തിൽ പല വിധത്തിൽപ്പെട്ട ആളുകളാണുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ആചാരങ്ങളും അവരുടേതായ അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സമൂഹത്തിൻ്റെ എല്ലാ അവശ്യ ഘടകങ്ങളാണ്, സമൂഹത്തിൻ്റെ ഒരു ആവശ്യ ഘടകമാണ് അധികാരം എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അധികാരം. സമൂഹത്തിൽ എന്തുണ്ടായിരിക്കണം? അധികാരം ഉണ്ടായിരിക്കണം. പിന്നെ മറ്റുള്ള തെറ്റുകൾ കാണിക്കുമ്പോൾ അതൊക്കെ ആണെങ്കിലും നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അധികാരം, ഒരു പവർ, അതിനെയാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. സമൂഹത്തിൻ്റെ അധികാരം സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അധികാരം. ആ അധികാരത്തെ നമ്മൾ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നു. സമൂഹത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഗവൺമെൻറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ സവിശേഷതകളാണ് എന്തിനുള്ളത്? നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ സമൂഹത്തിനും ഉള്ളത്. ഓർത്തു വെക്കാൻ പറ്റുന്ന കുറേയധികം പോയിൻറ്റുകൾ പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. എന്താണെങ്കിലും സമൂഹത്തിൽ എന്തുണ്ടായിരിക്കണം? ജനങ്ങളുണ്ടായിരിക്കണം. അവർക്ക് ജനങ്ങളുണ്ടാകണം. അതുപോലെ തന്നെ സഹകരണം ഉണ്ടാകണം. സമൂഹം എന്ന് പറയുന്നത് ചലനാത്മകമാണ്. പിന്നെ സമൂഹത്തിൽ സംസ്കാരം ഉണ്ടാകണം. ഇങ്ങനെയുള്ള കുറേ എളുപ്പമുള്ള പോയിൻറ്റുകളൊക്കെ ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ഡിഫൈൻ കമ്മ്യൂണിറ്റി. സമുദായം എന്നാൽ എന്ത്? അതായത് നമ്മളൊന്ന് എന്ന വികാരത്തോടെ ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന സാമൂഹ്യ ഗണമാണ് സമുദായം. സമുദായം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നാണ് എന്ന വികാരത്തോടു കൂടി ജീവിക്കുന്ന ആളുകളെല്ലാം കൂടി ഒത്തുചേർന്നതാണ് സമുദായം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി? സമുദായത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സമുദായത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ്? ഒരു നിശ്ചിത പ്രദേശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജനസഞ്ചയമായിരിക്കണം, ജനങ്ങളുടെ കൂട്ടമായിരിക്കണം. പിന്നെ അടുപ്പമുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ മനഃശാസ്ത്രപരമായ ഐക്യവും നാം ഒന്നാണെന്ന വികാരവും ഉണ്ടായിരിക്കും. മനഃശാസ്ത്രപരമായ ഐക്യവും നാം ഒന്ന് എന്ന വികാരവും, പിന്നെ സമുദായത്തിലുള്ള ആളുകളെല്ലാവരും ഒന്നാണ് എന്നൊരു മനോഭാവം നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാംസ്കാരിക സാദൃശ്യം, സമുദായക്കാരെല്ലാവരും അവരെല്ലാവരും കൂടെ സാംസ്കാരികമായിട്ടൊരു സാദൃശ്യം പുലർത്തുന്നവരായിരിക്കും. പിന്നെ സംഘടിതമായ പരസ്പര പ്രവർത്തനം, ഇവരുടെ സമുദായങ്ങൾ, ഇപ്പോൾ ഓരോ സമുദായങ്ങൾ നമുക്കറിയാം അല്ലേ, ആ സമുദായക്കാരെല്ലാവരും കൂടെ അവരുടെ സംഘടിതമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് സമുദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമുദായം എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം സമുദായത്തിലുള്ള ആളുകളെല്ലാം ഒരേപോലെ ഒന്നാണെന്ന വികാരം പ്രകടിപ്പിക്കുന്നതാണ് സമുദായം. അപ്പോൾ ഈ സമുദായത്തിൻ്റെ പ്രത്യേകതയും അതൊക്കെ തന്നെയാണ്. പിന്നെ സമുദായത്തിൽ വലിയൊരു ജനക്കൂട്ടം വേണം, നിശ്ചിതമായ പ്രദേശം ആവശ്യമാണ്, അടുപ്പമുള്ള സാമൂഹ്യ ബന്ധങ്ങൾ വേണം, പിന്നെ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കണം, സാംസ്കാരിക സാദൃശ്യം ഉണ്ടായിരിക്കും, സംഘടനക്കാരെല്ലാവരും കൂടി പരസ്പരം പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ് സമുദായത്തിൻ്റെ സവിശേഷതകൾ. അടുത്തത് നോക്കിയേ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. സമൂഹവും സമുദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? അടുത്ത ക്വസ്റ്റ്യനാണ്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. സമുദായവും സമൂഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു സമുദായം എന്താണ്, സമൂഹം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം. സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലയമാണ് അല്ലേ. എന്നാൽ സമുദായമോ വ്യക്തികളുടെ ഒരു സംഘടനയാണ്. ഓർത്ത് വെക്കാമല്ലോ, സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുന്നതാണ്. എല്ലാ വ്യക്തികളെയും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയൊരു വലയമാണ് സമൂഹം. എന്നാൽ സമുദായം വ്യക്തികളുടെ ഒരു സംഘടനയാണ്. പിന്നെ സമൂഹം കേവലമാണ്, സമുദായം സമൂർത്തമാണ്. സമൂഹം എന്ന് പറയുന്നത് ഇച്ചിരി കൂടി വിശാലമായ ഒന്നാണ്. സമൂർത്തം അത്രത്തോളം, സമുദായം സമൂർത്തമാണ്. സമൂർത്തം എന്ന് പറയുമ്പോഴത്തേന് ചുരുങ്ങിയതാണ് സമുദായം. പിന്നെ സമൂഹത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു നിശ്ചിത മേഖല ആവശ്യമില്ല. സമൂഹത്തിന് ഭൂമിശാസ്ത്രപരമായ ഒരു നിശ്ചിത മേഖല ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും സമൂഹത്തിന് രൂപം കൊള്ളാവുന്നതാണ് അല്ലേ. എന്നാൽ സമുദായത്തിന് ഭൂമിശാസ്ത്രപരമായ ഒരു നിശ്ചിത മേഖല വേണം. ഒരു സമൂഹത്തിൽ ഒന്നിലേറെ സമുദായങ്ങൾ ഉണ്ടാവാം. സമൂഹത്തിനകത്ത് ധാരാളം സമുദായങ്ങൾ രൂപപ്പെട്ടു വരാം.
എന്നാൽ സമുദായത്തിനകത്ത് ഒന്നിലേറെ സമൂഹങ്ങൾ ഉണ്ടാകില്ല. സമൂഹത്തിൽ ധാരാളം സമുദായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സമുദായത്തിനകത്ത് ഒന്നിലേറെ സമൂഹങ്ങൾ ഉണ്ടാകില്ല. പിന്നെ ഒരു സമൂഹത്തിനും ഐക്യബോധമോ സാമുദായിക വികാരമോ ആവശ്യമില്ല. എന്നാൽ സമുദായം എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സമുദായത്തിൽ സാമൂഹ്യമായ വികാരം കൂടിയേ തീരൂ. പിന്നെ ഒരു സമൂഹത്തിൽ പൊതുവായ ലക്ഷ്യങ്ങൾ വ്യാപകവും ഏകീകൃതവുമായിരിക്കും. എന്നാൽ സമുദായത്തിൽ പൊതു ലക്ഷ്യങ്ങൾ അത്ര വ്യാപകമോ ഏകീകൃതമോ അല്ല. സമൂഹത്തിന് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, എന്നാൽ സമുദായത്തിന് അത്രയ്ക്കങ്ങോട്ട് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അടുത്ത പോയിൻ്റ്, ഒരു സമൂഹത്തിൽ പൊതു താല്പര്യവും പൊതു ലക്ഷ്യങ്ങളും ആവശ്യമില്ല. ഒരു സമൂഹത്തിൽ പൊതു താല്പര്യവും പൊതു ലക്ഷ്യവും ആവശ്യമില്ല. ഒരു സമുദായത്തിൽ താല്പര്യം സംബന്ധിച്ചും ലക്ഷ്യം സംബന്ധിച്ചും പൊതുവായൊരു യോജിപ്പ് വേണം. അടുത്തത് ഡിഫൈൻ അസോസിയേഷൻ. സംഘടന എന്നാൽ എന്ത്? ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ ഏതാനും ലക്ഷ്യങ്ങൾക്കോ വേണ്ടി സംഘടിപ്പിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി കൂടുന്നതാണ് സംഘടനകൾ. ധാരാളം സംഘടനകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പിന്നെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് സംഘടനകൾ. തയ്യലുകാരുടെ സംഘടന, പിന്നെ എന്തുവാണ്, വ്യാപാരികളുടെ സംഘടന, പിന്നെ അതുപോലെ ഇഷ്ടംപോലെ സംഘടനകളുണ്ട് നമുക്കാണെങ്കിൽ. ഇതൊക്കെ എന്തിനാണ് തൊഴിലാളികളുടെ സംഘടനകൾ, ഇതൊക്കെ എന്തിനാണ് നമ്മൾ രൂപീകരിക്കുന്നതാണെങ്കിൽ അവരുടെ പ്രത്യേക ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി. എല്ലാ ഒത്തിരിയേറെ യൂണിയനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്തിനാണ്? അവരുടെ പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സംഘടനകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സംഘടനകളുള്ളതുകൊണ്ട്? ഇതൊന്ന് സംഘടനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മനുഷ്യരാണുള്ളത് അല്ലേ. അപ്പം മനുഷ്യരുടെ ഒരു സംഘടനയാണിത്. പിന്നെ അതുപോലെ തന്നെ പൊതു താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഇതിനുണ്ട്. സംഘടനകൾക്ക് അതിൻ്റെ പ്രത്യേകതയാണ്. സംഘടനയുടെ പ്രത്യേകത മനുഷ്യരുള്ളതാണ്. അതുപോലെ തന്നെ പൊതു താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. പിന്നെ സഹകരണ മനോഭാവമുണ്ട് അല്ലേ. എല്ലാ സംഘടനകൾക്കും അങ്ങനെയാണ്, സഹകരണ മനോഭാവമുണ്ട്. അതുപോലെ തന്നെ നിയമങ്ങളുണ്ട്. ഇത് ഒരു പ്രത്യേക സംഘടനയാണ്, നിയമങ്ങളുണ്ടായിരിക്കും, സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും. ഇതെല്ലാം സംഘടനയുടെ പ്രത്യേകതയാണ്. ഇനി ഈ സംഘടനയ്ക്കൊരു നിർവചനം നോക്കാം. ഡെഫിനിഷൻ എന്താണെന്ന്. അംഗങ്ങളുടെ ചില താല്പര്യങ്ങളോ ഒരു കൂട്ടം താല്പര്യങ്ങളോ ഒന്നിച്ചു നിന്ന് നേടിയെടുക്കുന്നതിന് ബോധപൂർവം രൂപീകരിക്കുന്ന സംഘടനയാണ് സമാജം എന്ന് പറയുന്നത്. അപ്പം സമാജത്തിൻ്റെ ഡെഫിനിഷൻ സിമ്പിളാണ്. എന്താണ്? അംഗങ്ങളുടെ ചില താല്പര്യങ്ങളോ ഒരു കൂട്ടം താല്പര്യങ്ങളോ ഒന്നിച്ചു നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ബോധപൂർവം രൂപീകരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനാണേൽ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻ? സമാജത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇനി സമാജത്തിന് വേണ്ട സവിശേഷതകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സമാജത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോഴത്തേന് അതൊരു മനുഷ്യരുടെ കൂട്ടമാണ്. മനുഷ്യർ വേണം സമാജത്തിനകത്താണേൽ. അതുപോലെ തന്നെ പൊതു താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉള്ളതാണ് സമാജം എന്ന് പറയുന്നത്. പിന്നെയാണേൽ അവിടെയുള്ള ആളുകളൊക്കെ തമ്മിൽ എന്തുണ്ടായിരിക്കും? സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും. പിന്നെ സംഘടിത ഗണമാണ് സമാജം. അതായത് ഒരു സംഘടനയുടെ കൂട്ടമാണ്. ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. മനുഷ്യരെല്ലാവരും കൂടി ഒന്നുചേർന്ന് രൂപീകരിക്കുന്ന ഒരു സംഘടനയുടെ ഗണമാണ് സമാജം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ സമാജങ്ങൾക്കും അതിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിനും അതിൻ്റേതായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അംഗങ്ങൾക്ക് തങ്ങളുടെ സമാനമോ അനന്യമോ ആയ താല്പര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഏജൻസിയോ മാർഗമോ ആണ് സമാജം എന്ന് പറയുന്നത്. പിന്നെ സമാജങ്ങൾ അല്ലെങ്കിൽ സമിതികൾ താൽക്കാലികമോ സ്ഥിരമോ ആകാം. അപ്പോൾ ഈ സമാജങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടനകളൊക്കെ രൂപീകരിക്കുന്നത് ചിലപ്പം
സ്ഥിരമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഈ സമാജങ്ങളൊക്കെ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ സമാജത്തിൻ്റെ മറ്റൊരു പേരാണ് സംഘടന എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സംഘടന രൂപം കൊള്ളുന്നതാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും. ഇപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു സംഘടന നമ്മൾ രൂപീകരിക്കും. അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടൊക്കെ വരാൻ വേണ്ടിയുള്ളൊരു സംഘടന. അത് കഴിയുമ്പോഴത്തേന് ആ പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സംഘടന നമ്മൾ പിരിച്ചുവിടും. അപ്പോൾ സംഘടന താൽക്കാലികമായിട്ടും ഉണ്ടാക്കാറുണ്ട്, സ്ഥിരമായിട്ടും ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെയാണ് സംഘടനയുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ. ഏതെങ്കിലുമൊക്കെ 3-4 നിങ്ങൾ ഓർത്ത് വെക്കുക. മനുഷ്യരുണ്ടായിരിക്കും, സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും, പൊതു താല്പര്യങ്ങൾ നേടിയെടുക്കുകയായിരിക്കും. ഇതൊക്കെയാണ് സംഘടനയുടെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് അസോസിയേഷൻ, സംഘടനയെ അല്ലെ സമാജത്തെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം, ഏതെല്ലാം? സമാജത്തെ പ്രവർത്തനകാലം, അധികാരകാലം, ജോലികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പം പ്രവർത്തനകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 2 തരം സമാജങ്ങളാണ് ഉള്ളത്. സമാജത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ഒന്നാമത്തത് താൽക്കാലിക സമാജങ്ങൾ. അതായത് ഈ താൽക്കാലിക സമാജങ്ങൾ രൂപപ്പെടുന്നത് വെള്ളപ്പൊക്കം അതുപോലെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് താൽക്കാലിക സമാജങ്ങൾ അല്ലെ താൽക്കാലിക സംഘടനകൾ രൂപം കൊള്ളുന്നത്. അതുപോലെ രണ്ടാമത്തതാണെങ്കിൽ സുസ്ഥിര സമാജം. അതായത് സുസ്ഥിര സമാജം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റൊക്കെയാണ് ഉദാഹരണമായിട്ട് വരുന്ന ഭരണകൂടം. പിന്നെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ താൽക്കാലികമെന്നും സുസ്ഥിരമെന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് പവർ എന്ന് പറയും, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എങ്ങനെയാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ അല്ലെങ്കിൽ സമാജത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പരമാധികാരമുള്ളത് ഭരണകൂടത്തിനാണ് പരമാധികാരമുള്ളത്. പിന്നെ അർത്ഥപരമാധികാരമുള്ളത് മുനിസിപ്പാലിറ്റി, യൂണിവേഴ്സിറ്റി ഇവയ്ക്കൊക്കെയാണ്. പിന്നെ പരമാധികാരം ഇല്ലാത്തത് ക്ലബ്ബുകൾക്കാണ്. ഇത് ഇത്രയുമാണ് സമാജത്തെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അടുത്തത് ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ സമാജത്തെ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ജൈവിക സമാജം എന്ന് പറയുമ്പം കുടുംബം, തൊഴിൽ സമാജം എന്ന് പറയുമ്പം ട്രേഡ് യൂണിയൻ, വിനോദ സമാജം അല്ലെങ്കിൽ സംഗീത ക്ലബ്ബ്. സമാജത്തിന് ഉദാഹരണമാണ് സംഗീത ക്ലബ്ബ്. പിന്നെയാണെങ്കിൽ സംഗീത ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ് ഒക്കെ ഇതിന് പെടാം. പിന്നെയാണെങ്കിൽ ധാർമ്മിക സമാജം എന്ന് പറയുമ്പോഴത്തേന് ധർമ്മസ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ ധാർമ്മിക സമാജങ്ങളാണ്. ഇത്രയൊക്കെയാണ് അധികാരത്തിൻ്റെ ഈ നമ്മുടെ സമാജത്തെ അല്ലെ സംഘടനയെ 3ആയിട്ടാണ് ആദ്യം തന്നെ 3ആയിട്ട്, അതായത് ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. പിന്നെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ 2ആയിട്ടും തരംതിരിച്ചിട്ടുണ്ട്, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ 4ആയിട്ടും തരംതിരിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ഡിഫൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപനങ്ങൾ എന്നാൽ എന്ത്? വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങളെ അംഗീകരിക്കപ്പെടുന്നതും വ്യവസ്ഥാപിതവുമായ ആചാരങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതും അംഗീകരിക്കപ്പെടുന്നതും വ്യവസ്ഥാപിതവുമായ ആചാരങ്ങളാണ് അല്ലെങ്കിൽ പെരുമാറ്റങ്ങളാണ് സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സ്ഥാപനങ്ങൾക്ക് സുനിശ്ചിതത്വ ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അവയ്ക്ക് എന്തുണ്ട്? ഒരു നിശ്ചിതമായ ലക്ഷ്യമുണ്ട്. പിന്നെ വ്യക്തികളെ നിയന്ത്രിക്കാനുള്ള ഉപാധിയാണ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തികളെ നിയന്ത്രിക്കാനുള്ള കഴിവ് സ്ഥാപനങ്ങൾക്കുണ്ട്. 3-ാമത്തെ പോയിൻ്റ്, സ്ഥാപനങ്ങൾ മനുഷ്യൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. സ്ഥാപനങ്ങൾ മനുഷ്യൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളെ ആശ്രയിക്കുന്നു. പിന്നെ വിവിധ ആചാരങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ
രൂപം കൊണ്ട ചില നടപടിക്രമങ്ങൾ ഇവിടെയുണ്ട്, സ്ഥാപനങ്ങളിലുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് ആചാരങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ഥാപനങ്ങളുടെ സവിശേഷതയായിട്ട് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വേറെ 2-3 സവിശേഷതകളും കൂടിയുണ്ട്. മറ്റ് സാമൂഹ്യ നിയന്ത്രണ ഉപാധികളേക്കാൾ സുസ്ഥിരമാണ് സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. സ്ഥാപനങ്ങൾ സുസ്ഥിരമായിട്ടുള്ളവയാണ്. പിന്നെ ഭൗതികമോ അല്ലാത്തതോ ആയ ഒരു പ്രതീകം നല്ല സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരിക്കും. പിന്നെ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെറുതായിട്ടുള്ള 3-4 പോയിൻറ്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. പിന്നെയാണ് മനുഷ്യൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സ്ഥാപനങ്ങൾ ഉണ്ടായത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലോർത്ത് വെക്കാൻ പറ്റുന്നവയാണ്. അടുത്തതായി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. വിവിധ തരത്തിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളെപ്പറ്റി വിവരിക്കുക. അപ്പം ഒന്നാമതായിട്ട് പ്രാഥമിക സ്ഥാപനങ്ങൾ. അതായത് പ്രാഥമിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മതം, കുടുംബം, വിവാഹം, സ്വത്ത്, ഇത് ഏതെങ്കിലും രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, ഇതെല്ലാം പ്രാഥമിക സ്വഭാവമുള്ളവയാണ്. അപ്പോൾ പ്രാഥമിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിന് പ്രാചീന സമൂഹങ്ങളിലാണ് ഇവ കണ്ടുവരുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ സ്ഥാപനങ്ങളാണ് ഇതൊക്കെയാണ്. പണ്ട് മുതലേ ഉള്ളതാണ് പ്രാഥമിക സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ. അതായത് മതവും കുടുംബവും വിവാഹവും സ്വത്തും രാഷ്ട്രീയ സ്ഥാപനങ്ങളെല്ലാം പ്രാഥമിക സ്ഥാപനങ്ങളാണ്. എന്നാൽ ദ്വിതീയ സ്ഥാപനങ്ങൾ എന്താണെന്ന് നോക്കിക്കേ. സമൂഹങ്ങൾ വലിപ്പം കൊണ്ടും സങ്കീർണതയിലും വളർന്നു വന്നപ്പോൾ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തവും പുരോഗമനപരവുമായി അതായത് ഈ ദ്വിതീയ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിന് വളർച്ച സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോഴും മാറ്റങ്ങളുണ്ടായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ദ്വിതീയ സ്ഥാപനങ്ങളിൽ പ്രാഥമിക സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദ്വിതീയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ ആയിട്ട് പുതിയതായിട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ദ്വിതീയ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ക്ലിയറായോ? ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നമ്മൾ ദ്വിതീയ സ്ഥാപനങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ദ്വിതീയ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണെങ്കിൽ വിദ്യാഭ്യാസം, നിയമം, ഭരണഘടന, വാണിജ്യം എന്നിവയൊക്കെയാണ്. പ്രാഥമിക സ്ഥാപനങ്ങളുണ്ട്, പഴയ കാലത്തായിട്ട് രൂപപ്പെട്ടു വന്നതാണ്. അവയിൽ നിന്ന് കുറച്ചും കൂടി മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ വളർന്ന് വിപുലമായപ്പോൾ ഒരു സങ്കീർണ സമൂഹം രൂപപ്പെട്ടു വന്നു. ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ദ്വിതീയ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അസോസിയേഷൻ. സമാജവും സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അല്ലെ സമാജം എന്ന് പറയുമ്പോൾ സംഘടന എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. സംഘടനയും സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സ്ഥാപനങ്ങളെന്ന് പറയുമ്പോഴത്തേന് നിയമത്തിൻ്റെ സൃഷ്ടിയാണ്. സ്ഥാപനങ്ങൾ നിയമത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ സംഘടന മനുഷ്യൻ അടങ്ങുന്നതാണ്. സംഘടനയ്ക്ക് രൂപമുണ്ട്, അതായത് സമാജത്തിന് രൂപമുണ്ട്, അവ സമൂർത്തമാണ്. എന്നാൽ സ്ഥാപനങ്ങൾക്ക് രൂപമില്ല, അവ കേവലമാണ്. സ്ഥാപനങ്ങൾ ഊരിത്തിരിഞ്ഞ് വരുന്നവയാണ്. സ്ഥാപനങ്ങൾ ഊരിത്തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ രൂപപ്പെട്ട് വന്നവയാണ്. എന്നാൽ സമാജങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നവയാണ്. സമാജങ്ങൾ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സംഘടനകളെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എപ്പോഴേലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് രൂപീകരിച്ചെടുക്കുന്നവയായിരിക്കും. ആ സ്ഥാപനങ്ങൾ അങ്ങനെയൊന്നുമല്ല, എന്തൊക്കെയോ പ്രവർത്തന ഫലമായിട്ട് ഊരിത്തിരിഞ്ഞ് വന്നവയാണ്. സ്ഥാപനങ്ങൾ സുസ്ഥിരമാണ്. സ്ഥാപനങ്ങൾക്ക് ഒരു സ്ഥിരതയുണ്ട്. എന്നാൽ സമാജങ്ങൾക്ക് സ്ഥിരതയില്ല. സമാജങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, എപ്പോൾ വേണേലും രൂപീകരിക്കാം, അതെപ്പോൾ വേണേലും പിരിച്ചുവിടാം. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും സംഘടനകൾ പെട്ടെന്ന് ഒന്നിച്ചു കൂടുകയും ആ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിനെ പിരിച്ചുവിടുകയും ചെയ്യാം. അപ്പോൾ സംഘടനകൾ അല്ലെങ്കിൽ സമാജങ്ങൾക്ക് സ്ഥിരതയില്ല. പിന്നെ സ്ഥാപനം ഒരു പ്രവർത്തന ക്രമമാണ്. സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിന് ഒരു ക്രമമായ പ്രവർത്തനം ഉണ്ടായിരിക്കും, കൃത്യനിഷ്ഠതയുണ്ടായിരിക്കും സ്ഥാപനത്തിന്. എന്നാൽ സംഘടന അല്ലെങ്കിൽ ഒരു സമാജം ഒരു സംഘടിത സംഘമാണ്. അതായത്
ഒരു സമാജം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയോ സംഘടിക്കുന്ന ഒരു സംഘടിത സമൂഹമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനും അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക. എനിക്ക് പനി ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവ് കാണുമായിരിക്കും. അത് നിങ്ങൾ നോക്കുക. ഇനി എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. വോയിസ് ഇച്ചിരി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടീച്ചറിനാണേൽ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക.